പച്ചമാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് റെഡിയാക്കുന്നത്. നമുക്കിത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ, അതുപോലെ 2 വറ്റൽമുളക്, കുറച്ച് കുഞ്ഞുള്ളി, കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർത്തിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. അതുപോലെ തന്നെ കാന്താരിയും ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്ന് നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് തന്നെ ഒരു മാങ്ങേൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. മാങ്ങ ചേർത്തതിന് ശേഷം അങ്ങ് ഒരുപാട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി റെഡിയായി. ഒരുപാട് അങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങ അരച്ചതുപോലെ ആയി പോകും. അപ്പോൾ ചമ്മന്തി ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ചമ്മന്തി തയ്യാറാക്കി നോക്കിയില്ലെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാന്താരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ്.